everyone, Learn Cymatics ന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാനിറ്ററി കെമിസ്ട്രിന്റെ സിലബസിൽ വരുന്ന കെമിസ്ട്രിയിലെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന ടോപ്പിക്കിൽ വരുന്ന പോളിമേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Polymers. Polymers are very large molecules having high molecular mass. നമുക്കറിയാം പോളിമേഴ്സ് എന്ന് പറയുന്നത് മാക്രോ മോളിക്യൂൾസ് ആണ്, വളരെ ലാർജ് മോളിക്യൂൾസ് ആണ്, മോളിക്കുലർ വെയിറ്റ് കൂടിയ ഒരുപാട് ചെറിയ ചെറിയ മോളിക്യൂൾസ് കൂടി ചേർന്നുണ്ടാകുന്നതാണ് പോളിമേഴ്സ്. സോ ഇറ്റ് ഈസ് എ വെരി ലാർജ് മോളിക്യൂൾ ഹാവിംഗ് ഹൈ മോളിക്കുലർ മാസ്. അപ്പോൾ ഒരു പോളിമർ ഉണ്ടാകണമെങ്കിൽ ഒരുപാട് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് വേണം. അപ്പോൾ ഈ പോളിമർ എന്ന മാക്രോ മോളിക്യൂളിൽ വരുന്ന ആ റിപ്പീറ്റിംഗ് യൂണിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോമേഴ്സ്. അതായത് മോണോമറുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു പോളിമർ ഉണ്ടാകുന്നത്. ഓക്കെ, പോളിമർ എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിൽ പോളി എന്നതിന്റെ അർത്ഥം മെനി എന്നും മെർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് അഥവാ പാർട്ട് എന്നുമാണ്. ഓക്കെ, അപ്പൊ ഈ മോണോമേഴ്സിനെ എല്ലാം കൂട്ടിച്ചേർക്കുന്നത് കോവാലന്റ് ബോണ്ട് വഴിയാണ്. So these repeating structural units are linked by covalent bonds. ഇനി ഇങ്ങനെ മോണോമേഴ്സ് കോവാലന്റ് ബോണ്ട് വഴി ബന്ധിപ്പിച്ചിട്ട് ഒരു പോളിമർ ഫോം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾക്ക് പോളിമറൈസേഷൻ എന്ന് വിളിക്കാം. So the process of formation of polymers from respective monomers is called polymerization. അപ്പോൾ പോളിമേഴ്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണിത്. ഒരുപാട് മോണോമേഴ്സ് കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു മാക്രോ മോളിക്യൂൾ ആണ് പോളിമർ. ആ ഒരു പോളിമറിലെ മോണോമേഴ്സിനെ ബന്ധിപ്പിച്ചിട്ടുള്ളത് കോവലന്റ് ബോണ്ട് വഴിയാണ്. പോളിമേഴ്സ് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നു. ഓക്കെ, പോളിമേഴ്സിനെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് രീതിയിൽ പറയാം. നാച്ചുറൽ പോളിമേഴ്സ് ഉണ്ട്, സിന്തറ്റിക് പോളിമേഴ്സ് ഉണ്ട്. നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സും അനിമൽസിലും ഒക്കെ നമ്മൾ കാണുന്ന പോളിമേഴ്സ്. സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ മാൻ മെയ്ഡ് ആയിട്ടുള്ള പോളിമേഴ്സ്. നാച്ചുറൽ പോളിമേഴ്സിൽ വരുന്നതാണ് നമ്മുടെ പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ്, പോളിന്യൂക്ലിയോടൈഡ്സ്. അതായത് പോളിസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ വരുന്നത്, പോളിന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുമ്പോൾ DNA ഒക്കെ വരുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇനി സിന്തറ്റിക് പോളിമേഴ്സിൽ വരുന്നതാണ് നൈലോൺ, ടെഫ്ലോൺ, ബേക്കലൈറ്റ്, പ്ലാസ്റ്റിക്, PVC, പോളിവിനൈൽ ക്ലോറൈഡ്, പിന്നെ ഡാക്രോൺ. ഇതെല്ലാം സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. നെക്സ്റ്റ് നമുക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് പോളിമർ ആണ്, മാൻ മെയ്ഡ് ആയിട്ടുള്ള പോളിമർ ആണ്. സോ ഇറ്റ് ഈസ് എ പോളിമർ കണ്ടെയ്നിങ് ലോങ് കാർബൺ ചെയിൻസ്. വലിയ കാർബൺ ചെയിൻ ഉള്ള ഒരു പോളിമർ ആണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഷോൺബി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. പേര് ഓർത്തു വെക്കാം. ഓക്കെ, പ്ലാസ്റ്റിക്കിന്റെ നമ്മൾ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. കണ്ടക്ടർ അല്ല, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. സ്ട്രോങ് ആൻഡ് ഡക്റ്റൈൽ, റെസിസ്റ്റന്റ് ടു കൊറോഷൻ ആൻഡ് കെമിക്കൽസ്, ലൈറ്റ് വെയിറ്റ് ആൻഡ് ചീപ്പ്, ക്യാൻ ബി മോൾഡഡ്, കളേർഡ്. പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ മോൾഡ് ചെയ്തെടുക്കാം, അതിന് കളർ കൊടുക്കാം. പിന്നെ പ്ലാസ്റ്റിക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്, പിന്നെ എക്സ്പെൻസീവും അല്ല. ഇനി മെറ്റൽ കണ്ടെയ്നേഴ്സോ അല്ലെങ്കിൽ മെറ്റൽസോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് കൊറോഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ പ്ലാസ്റ്റിക് ആണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു കൊറോഷൻ. ആ ഒരു പ്രശ്നവും പ്ലാസ്റ്റിക്കിന് ഇല്ല. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ വലിയൊരു ഡീമെറിറ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് ഉള്ളത് എന്താണ്, പ്ലാസ്റ്റിക് ബയോഡിഗ്രേഡബിൾ അല്ല എന്നത്. അതായത് ഡീകേ ചെയ്യാൻ പാടുള്ള ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. എർത്തിൽ ഒരുപാട് കാലം പെർസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കും. നമുക്കറിയാം ഓഷ്യനിലും സോയിലിലും ഒക്കെ പൊല്യൂഷൻ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളതാണ് പ്ലാസ്റ്റിക്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗമൊക്കെ ഒരുപാട് കുറച്ചു, അത് പലതും ബാൻ ചെയ്തു. ഓക്കെ, അപ്പൊ അത് പ്ലാസ്റ്റിക്കിനെ പറ്റിയുള്ള അതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അതിനു മുന്നേ പ്ലാസ്റ്റിക് രണ്ട് തരത്തിലുണ്ട്. തെർമോ പ്ലാസ്റ്റിക്കും ഉണ്ട്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും ഉണ്ട്. അതാദ്യം നമുക്ക് നോക്കാം. തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും എന്തായാലും പഠിക്കുക, എക്സാമ്പിൾ അടക്കം പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ ഒരു കാർബണിന്റെ ചെയിൻ ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ ചെയിന് ലീനിയർ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ചെറിയ ബ്രാഞ്ചസ് ഉള്ളതാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്.
അതേസമയം തെർമോസെറ്റിംഗ് ആണെങ്കിൽ ബ്രാഞ്ചസ് വളരെ കൂടുതലായിരിക്കും. ക്രോസ് ലിങ്ക്, അതായത് ഈ ചെയിനുകൾ തമ്മിൽ ലിങ്കേജ് ഉണ്ടാവും. തെർമോപ്ലാസ്റ്റിക് എന്നുള്ളത് സോഫ്റ്റൻസ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ഹാർഡൻസ് ഓൺ കൂളിംഗ്. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സോഫ്റ്റ് ആവും, കൂൾ ചെയ്ത് കഴിയുമ്പോൾ ഹാർഡ് ആവും. അതേസമയം തെർമോസെറ്റിംഗ് എന്ന് പറയുന്നത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻഫ്യൂസിബിൾ ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് തെർമോപ്ലാസ്റ്റിക്കിനെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. വീണ്ടും നമുക്ക് വേറെ ഷേപ്പിലൊക്കെ ആക്കി മാറ്റി അതിനെ ഹീറ്റ് ചെയ്ത് കൂൾ ചെയ്ത് വേറെ രീതിയിലൊക്കെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ തെർമോസെറ്റിങ്ങിനെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി തെർമോപ്ലാസ്റ്റിക്കുകൾ അഡീഷൻ പോളിമറൈസേഷൻ വഴിയാണ് ഫോം ചെയ്യുന്നത്. അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോണോമേഴ്സ് കൂടിച്ചേർന്ന് ആഡ് ചെയ്തിട്ട് ഉണ്ടാകുന്ന പോളിമർ. അതേസമയം തെർമോസെറ്റിംഗ് എന്ന് പറയുന്നത് കണ്ടൻസേഷൻ ആണ്. കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോണോമേഴ്സ് കൂടിച്ചേരുമ്പോൾ അവിടെ ഏതെങ്കിലും ചെറിയ മോളിക്യൂൾസ് അവിടെ ലോസ് ആകും. അതായത് വാട്ടർ മോളിക്യൂൾ, ആൽക്കഹോൾ മോളിക്യൂൾ ഒക്കെ പോയതിനു ശേഷം ഉണ്ടാകുന്ന ഒരു പോളിമറൈസേഷൻ, അതാണ് കണ്ടൻസേഷൻ. ഇത് നമുക്ക് നോക്കാം. അഡീഷനും കണ്ടൻസേഷനും നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി തെർമോപ്ലാസ്റ്റിക് എന്നുള്ളത് സോഫ്റ്റ്, വീക്ക് ആൻഡ് ലെസ് ബ്രിറ്റിൽ. അതേസമയം തെർമോസെറ്റിംഗ് എന്തായിരിക്കും? ഹാർഡും സ്ട്രോങ്ങും പെട്ടെന്ന് ബ്രിറ്റിലാണ്, മോർ ബ്രിറ്റിലാണ്. എക്സാമ്പിൾസ് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കാം. പോളിത്തീൻ, പോളിസ്റ്റൈറീൻ, PVC, നൈലോൺ ഒക്കെ തെർമോപ്ലാസ്റ്റിക് ആണ്. അപ്പൊ എക്സാമ്പിൾസ് തന്നിട്ടോ അല്ലെങ്കിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എക്സാമ്പിൾസ് നിങ്ങൾ എന്തായാലും പഠിക്കാം. ഓക്കെ, അതേസമയം ബേക്കലൈറ്റ്, യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻസ്, ടെഫ്ലോൺ, എപ്പോക്സി റെസിൻസ് ഇതൊക്കെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ അഡീഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷനും ജസ്റ്റ് അതിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ഈ അഡീഷൻ പോളിമറൈസേഷന്റെ മറ്റൊരു പേരാണ് ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ. ഓക്കെ, ചെയിൻ ഗ്രോത്ത് കണ്ടോ, ഓരോ മോണോമർ ആഡ് ചെയ്ത് ചെയിൻ ഇങ്ങനെ ഗ്രോ ചെയ്യുക, വലുതായി വരാം, അതാണ് അഡീഷൻ. ആ വാക്കിൽ തന്നെ നമുക്ക് പഠിക്കാവുന്നുള്ളൂ. സോ മോളിക്യൂൾസ് ഓഫ് ദ സെയിം മോണോമർ ഓർ ഡിഫറെന്റ് മോണോമേഴ്സ് ആഡ് ടുഗദർ ടു ഫോം എ പോളിമർ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പോളിമർ എന്ന് പറയുന്നത് എന്താ? മോണോമറുകൾ കൂടി ചേർന്നിട്ടാണ് പോളിമർ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരേ മോണോമർ തന്നെ ആവണം നിർബന്ധമില്ല. സെയിം ആവാം അല്ലെങ്കിൽ ഡിഫറെന്റും ആവാം കേട്ടോ. അപ്പൊ സെയിം ആയാലും ഡിഫറെന്റ് ആയാലും മോണോമേഴ്സ് കൂടി ചേർന്ന് പോളിമർ ഉണ്ടാകും സിംപിളി. അതാണ് അഡീഷൻ പോളിമറൈസേഷൻ. ഓക്കെ, ഇനി കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നമ്മൾ സ്റ്റെപ്പ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. അതായത് ഓരോ സ്റ്റെപ്പ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പം രണ്ട് മോണോമർ യൂണിറ്റ് കമ്പൈൻ ചെയ്തിട്ട് ചെറിയ മോളിക്യൂൾസ് അവിടെ ലോസ് ആവണം. അപ്പോൾ വാട്ടറോ ആൽക്കഹോളോ ഹൈഡ്രജൻ ക്ലോറൈഡോ ആ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എലിമിനേറ്റ് ആയി പോവാണ്. അങ്ങനെയുള്ള പോളിമറൈസേഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടൻസേഷൻ. സോ പോളിമറൈസേഷൻ വിച്ച് ഇൻവോൾവ്സ് ദ ലോസ് ഓഫ് സ്മോളർ മോളിക്യൂൾസ് അഥവാ സിമ്പിൾ മോളിക്യൂൾസ്, അങ്ങനെയുള്ളതാണ് നമ്മുടെ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് എ റിപ്പീറ്റിംഗ് കണ്ടൻസേഷൻ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നടക്കുന്നത്. Between two bifunctional or trifunctional monomeric units, which result in the loss of some simple molecules such as water, alcohol, hydrogen chloride. അപ്പോൾ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. അഡീഷൻ ആകുമ്പോൾ സിംപ്ലി അത് ആഡ് ചെയ്ത് പോവാണ്. കണ്ടൻസേഷൻ ആണെങ്കിൽ ഇതേപോലെ ചെറിയ ഏതെങ്കിലും ഒരു മോളിക്യൂള് അവിടെ എലിമിനേറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് പഠിക്കണം, അത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് പോളിമേഴ്സിന്റെ കുറെ എക്സാമ്പിൾസും അതിൽ വരുന്ന മോണോമേഴ്സും അത് ഏത് ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ വഴി ഉണ്ടായതാണ് അതിന്റെ യൂസസ്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോളിമേഴ്സ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. പറ്റുമെങ്കിൽ എല്ലാം പഠിച്ചു വെക്കാം. അപ്പൊ ചില പോളിമേഴ്സ് ഒക്കെ നമുക്ക് പേരിന് തന്നെ അതിന്റെ ആ ഒരു മോണോമറിനെ കിട്ടും. ഫോർ എക്സാമ്പിൾ ദാ പോളിത്തീൻ, എത്തീൻ കണ്ടോ. എത്തീന്റെ ഒരു പോളിമർ ആണ് പോളി എത്തീൻ. അപ്പൊ സിംപ്ലി എത്തീൻ മോളിക്യൂൾസ് ആഡ് ചെയ്തിട്ടുണ്ടാകുന്നതാണ്. അപ്പൊ അത് അഡീഷൻ വഴി ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പൊ ബോട്ടിൽസ്, ടോയ്സ്, ബക്കറ്റ്സ്, ഡസ്റ്റ്ബിൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. നമുക്കറിയാം പോളിത്തീൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ എത്തീൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടെഫ്ലോൺ. ടെഫ്ലോൺ ഓർത്ത് വയ്ക്കുക, പോളി ടെട്രാ ഫ്ലൂറോ എത്തീൻ ആണ്. അപ്പൊ ടെട്രാ ഫ്ലൂറോ എത്തീനുകൾ കൂടി ചേർന്നുണ്ടാകുന്നതാണ് ടെഫ്ലോൺ. ഓക്കെ, അതും അഡീഷൻ തന്നെയാണ്. അതിന്റെ യൂസസ് ഓയിൽ സീൽസ്, ഗ്യാസ്കറ്റ്സിലൊക്കെ യൂസ് ചെയ്യണം. മെയിൻ ആയിട്ട് നോൺ സ്റ്റിക്കില്. അപ്പൊ ഇങ്ങനെ പെക്യുലിയർ ആയിട്ട് വരുന്ന യൂസസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലൊക്കെ വരുന്നത് ടെഫ്ലോൺ. ഓക്കെ, നെക്സ്റ്റ് അക്രിലോനൈട്രിലിന്റെ പോളി അക്രിലോനൈട്രൈൽ, അതും അഡീഷൻ തന്നെയാണ്. അപ്പൊ ഇത് നമ്മുടെ വൂളിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓർലോൺ, അക്രിലാൻ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന
പോളിമർ ആണ് പോളി അക്രിലോ നൈട്രിൽ. ഓരോ പോയിന്റ്സും ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വരുന്നത് ഡാക്രൺ അഥവാ ടെർലീൻ എന്ന് പറയുന്നത്. ഇതൊരു പോളി എസ്റ്റർ ആണ് കേട്ടോ, എസ്റ്ററിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ ഇതിനെന്ന് പറയുന്നത് 2 മോണോമർ ഉണ്ട്. അപ്പൊ 2 പേര് കൂടി ചേർന്നിട്ട്, അതായത് 2 പേര് മാത്രം എന്നല്ല ഉദ്ദേശിച്ചത്, അതായത് എത്തിലീൻ ഗ്ലൈക്കോളും ടെറിതാലിക് ആസിഡും അറ്റ് എ ടൈം കൂടി ചേർന്ന് കണ്ടൻസേഷൻ നടന്നിട്ടുണ്ടാകുന്ന പോളിമർ ആണ് ഡാക്രോൺ. ഇങ്ങനത്തെ ഒരുപാട് മോളിക്യൂൾസ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടൻസേഷൻ നടക്കും കേട്ടോ, ഒരെണ്ണം അല്ല. അപ്പൊ മോണോമേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ 2 എണ്ണം ഉണ്ട്. അതായത് ഇതിലൊക്കെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതിലൊക്കെ ഒരൊറ്റ മോണോമർ ഉള്ളൂ, എല്ലാം എത്തീൻ മോളിക്യൂൾസ് തന്നെയാണ്. പക്ഷെ ഇവിടെ ആകുമ്പോൾ 2 മോണോമേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് കണ്ടൻസേഷൻ ആണ്. ഓക്കെ, അപ്പോ നമ്മുടെ കോട്ടൺ വൂള് ഫാബ്രിക്കിലൊക്കെ ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട്, ഇത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട്. സേഫ്റ്റി ഹെൽമെറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഡാക്രോൺ. മോണോമർ ഓർത്തു വെക്കുക. അതേപോലെ വരുന്നതാണ് നൈലോൺ 66. അതൊരു പോളി അമൈഡ് ആണ്, അമൈഡിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതിനും 2 മോണോമർ ഉണ്ട്, ഹെക്സാമെത്തിലും ഡൈമീനും അടുപ്പിക് ആസിഡും, കണ്ടൻസേഷൻ വഴി തന്നെ. അപ്പോൾ അഡീഷൻ എക്സാമ്പിൾസ്, കണ്ടൻസേഷൻ എക്സാമ്പിൾസ് ഓർത്ത് വെക്കണം. പോളി എസ്റ്റർ, പോളി അമൈഡ് അതൊക്കെ ഓർത്ത് വെക്കണം. മോണോമേഴ്സ് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി നൈലോൺ 66 നമ്മുടെ ഷീറ്റ് ഉണ്ടാക്കാൻ, ബ്രഷിന്റെ ബ്രിസിൽസ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പോളിസ്റ്റൈറിൻ, അത് സ്റ്റൈറിൻ ആണ്, അഡീഷൻ ആണ്. അപ്പം ഇൻസുലേറ്റർ, റാപ്പ് ചെയ്യാനായിട്ട് ടോയ്സ്, റേഡിയോ ടെലിവിഷൻ ക്യാബിനറ്റ്സ്, ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് പോളിസ്റ്റൈറിൻ. നെക്സ്റ്റ് വരുന്നത് മെലാമിൻ ഫോർമാൽഡിഹൈഡ്. അത് അങ്ങനെ തന്നെയാണ് ആ പോളിമറിന്റെ പേര്. അപ്പൊ മോണോമർ മെലാമിനും ഫോർമാൽഡിഹൈഡുമാണ്, കണ്ടൻസേഷൻ ആണ്. അൺബ്രേക്കബിൾ ക്രോക്കറി ഉപയോഗിക്കാനാണ്, മീൻസ് ഉണ്ടാക്കാനാണ് ഈ ഒരു പോളിമർ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നൈലോൺ 6, നൈലോൺ 6ന്റെ മോണോമർ കാപ്രോലാക്ടം. ഓക്കെ, കോഡ്സ്, ഫാബ്രിക്, റോപ്പ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ PVC നമുക്കറിയാം പോളി വിനൈൽ ക്ലോറൈഡ് ആണ്, അത് അഡീഷൻ പോളിമർ ആണ് കേട്ടോ. ഇപ്പൊ റെയിൻ കോട്ട് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. യൂസസ് എല്ലാം നിങ്ങൾ നോക്കുക, ജസ്റ്റ് വായിച്ചു നോക്കുക. ഇനി യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻ, അതും അത് തന്നെയാണ് മോണോമർ, കണ്ടൻസേഷൻ ആണ്. ഗ്ലിപ്റ്റാൽ, ഗ്ലിപ്റ്റാൽ വരുന്നത് എത്തിലീൻ ഗ്ലൈക്കോളും താലിക് ആസിഡ്. അപ്പൊ എത്തിലീൻ ഗ്ലൈക്കോളും താലിക്കും കണ്ട, ഗ്ലിപ്റ്റാൽ അങ്ങനെ ആലോചിക്കാം നമുക്ക്, ഗ്ലൈക്കോളും താലിക്കും അങ്ങനെ ഓർത്താൽ മതി കേട്ടോ, ഗ്ലിപ്റ്റാൽ. അതും കണ്ടൻസേഷൻ തന്നെയാണ്, പെയിന്റിന്റെ മാനുഫാക്ചറിൽ ഉപയോഗിക്കുന്നു. ബേക്കലൈറ്റ്, ബേക്കലൈറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഫീനോളും ഫോർമാൽഡിഹൈഡും കണ്ടൻസേഷൻ തന്നെയാണ്. ഓക്കെ, കോംബ് ഉണ്ടാക്കാനായിട്ട്, ഇലക്ട്രിക് സ്വിച്ച് ഉണ്ടാക്കാൻ, ഹാൻഡിൽ, യൂട്ടൻസിൽസിന്റെ ഹാൻഡിൽ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ബേക്കലൈറ്റ് ആണ്. അപ്പോൾ പോളിമേഴ്സിന്റെ പേര്, മോണോമർ, അത് ഏത് തരം പോളിമറൈസേഷനിൽ ഉണ്ടാകുന്നു, യൂസസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് 2 തരത്തിലുള്ള പോളിയെത്തിലീൻ പഠിക്കാം. നേരത്തെ പറഞ്ഞ സിന്തറ്റിക് പോളിമേഴ്സിന്റെ കീഴിൽ വരുന്നതാണ് പോളിയെത്തിലീൻ. എത്തീൻ മോളിക്യൂൾസ് കൂടി ചേർന്ന് ഉണ്ടാകുന്ന പോളിമർ. അത് 2 തരത്തിലുണ്ട്. ലോ ഡെൻസിറ്റി പൊളിത്തീനും ഉണ്ട്, ഹൈ ഡെൻസിറ്റി പൊളിത്തീനും ഉണ്ട്. രണ്ടിലും മോണോമർ എത്തീൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ആ റിയാക്ഷൻ നടത്തുന്ന കണ്ടീഷനിലും കാറ്റലിസ്റ്റിലും ഡിഫറൻസ് വരുത്തുമ്പോഴാണ് 2 തരത്തിലുള്ള പോളിമേഴ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ കണ്ടീഷൻസും യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ആദ്യത്തെ നമ്മൾ ലോ ഡെൻസിറ്റി പൊളിത്തീൻ, അതായത് LDP നോക്കുകയാണെങ്കിൽ ഹൈ പ്രഷറിൽ 1000 മുതൽ 2000 അറ്റ്മോസ്ഫിയർ ഉള്ള ഹൈ പ്രഷറിലും 350 to 570 കെൽവിൻ ടെമ്പറേച്ചറിലും ഡൈ ഓക്സിജനോ പെറോക്സൈഡോ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ പോളിമറൈസേഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് ലോ ഡെൻസിറ്റി പൊളിത്തീൻ. കണ്ടീഷൻസ് കാറ്റലിസ്റ്റും നോട്ട് ചെയ്ത് വെക്കാം. അതേസമയം ലോ പ്രഷറിൽ 6 to 7 അറ്റ്മോസ്ഫിയറിൽ 333 to 343 കെൽവിൻ ടെമ്പറേച്ചറിൽ സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് പോളിമറൈസേഷൻ ഓഫ് ഈത്തീൻ നടത്തുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഹൈ ഡെൻസിറ്റി പൊളിത്തീൻ. രണ്ടിന്റെയും കാറ്റലിസ്റ്റും കണ്ടീഷൻസും ഓർത്ത് വെക്കാം. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഹൈ ഡെൻസിറ്റി പൊളിത്തീൻ എന്ന് പറയുന്നത് ലീനിയർ പോളിമർ ആണെങ്കിൽ ലോ ഡെൻസിറ്റി ഹൈലി ബ്രാഞ്ച്ഡ് ആണ്. രണ്ടുപേരും കെമിക്കലി ഇനേർട്ട് ആണെങ്കിലും ലോ ഡെൻസിറ്റിയെക്കാളും ഹാർഡും ടഫും ആയിരിക്കും ഹൈ ഡെൻസിറ്റി പൊളിത്തീൻ. അപ്പൊ ഹൈ ഡെൻസിറ്റി പൊളിത്തീൻ നമ്മൾ ബക്കറ്റ്സ്, ഡസ്റ്റ്ബിൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ലോ ഡെൻസിറ്റി പൊളിത്തീൻ സ്ക്യൂസ് ബോട്ടിൽസ്, ടോയ്സ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ് ലോ ഡെൻസിറ്റി. അതേപോലെ തന്നെ പുവർ കണ്ടക്ടേഴ്സും ആണ്. അതുകൊണ്ട് നമ്മൾ ഇൻസുലേഷനിൽ അതായത് ഇലക്ട്രിക് ക്യാരിയിങ് വയേഴ്സിൽ
ഇൻസുലേറ്റിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലോ ഡെൻസിറ്റി പോളിത്തീൻ ആണ്. അപ്പോൾ ഇതാണ് LDPയും HDPയും കേട്ടോ. കാറ്റലിസ്റ്റ്, കണ്ടീഷൻസ്, അവരുടെ പ്രോപ്പർട്ടീസിൽ വരുന്ന ഡിഫറൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പോളിമേഴ്സിൽ വരുന്ന നാച്ചുറൽ പോളിമേഴ്സും പിന്നെ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളും അതൊക്കെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.